ഹലോ കൂട്ടുകാരെ, ഈ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വോയിസ് ഓവർ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ലൈവായിട്ട് നമ്മൾ തമാശയായിട്ടാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ചിട്ട് പോകുന്നത് കാരണമാണ് ഇതിനകത്ത് പല സംസാരങ്ങളും വരുന്നത്. അതായത് റോഡിൽ നമ്മൾ ഓടിച്ചു പോകുമ്പോൾ സാധാരണ ഒരു ഡ്രൈവർമാർ എങ്ങനെയാണോ സംസാരിക്കുന്നത് പോകുന്ന രീതിയിൽ അങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചിട്ട് പോകാറ്. നമുക്ക് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാം. നോക്കണം സ്പീഡ് കൂടല്ലേ. നമ്മളുടെ വണ്ടിയെ വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടിയല്ല എടുക്കേണ്ടത്. നമുക്ക് പതുക്കെയാണ് അപ്പുറത്തേക്ക് പോകേണ്ടത്. അതുകൊണ്ട് വണ്ടി നോക്കി വേണം കടന്നു പോകാൻ. നോക്കി കയറി പോവാ. ചവിട്ടി പിടിക്കേ ചവിട്ട്. ആരൊക്കെയോ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടെന്നാണ് പറയണത്. അവിടെ നിന്ന് സിഗ്നൽ നോക്കിയാണ് പോയാൽ മതി. നമ്മള് പോകുമ്പോ അത് പ്രശ്നമാണല്ലേ, അല്ലേ? അവര് പോകുമ്പോ പ്രശ്നമാണല്ലേ. ആളുകളെ തെറി പറയുമ്പോ നമ്മൾ എന്താ അറിയോ, പിന്നെ ആ സിഗ്നലിൽ നിന്ന് നമുക്ക് റൈറ്റിലേക്ക്. ഇത് പറവൂർക്കാവിലല്ലേ. ഓണടിച്ച് പതുക്കെ ചവിട്ടി പിടിക്ക്. ആണ് ഓണടിച്ച് അയാളോട് പുറത്തേക്ക് ചാടാൻ, റോട്ടിന്ന് ചാടാൻ പറ. റോട്ടിന്ന് പോയാട്ടെ, ഞങ്ങള് പോട്ടെ. പതുക്കെ ചവിട്ടി പിടിച്ചേ. ആ ബസ്സാണ്ട് പതുക്കെ പോട്ടെ. ആ വീതിയുള്ളടത്ത് ചവിട്ടി പിടിക്കേ. ലെഫ്റ്റ് പോരുന്നത് അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ മുമ്പിൽ ഒരു 2 വീലർ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ 2 വീലർ നമ്മുടെ സൈഡിൽ ഒരയും ഇല്ലേ, ഇങ്ങനെ പോകുമ്പോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ വണ്ടിയുടെ ഈ വശം കണ്ടോ, ഈ വശം കുറച്ച് റൈറ്റിലേക്ക് വരണം. അപ്പൊ നമുക്ക് മനസ്സിലാവണം, ഇപ്പുറത്തെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ നിർത്തി കൊടുക്കാം. നമുക്ക് പോവാൻ ധൃതിയില്ല. അപ്പൊ ആ വണ്ടി പോയതിന് ശേഷം നമുക്ക് പിന്നെ എടുക്കാൻ പറ്റുള്ളൂ. ആ എടുക്കുമ്പോ നമ്മൾ കുറച്ച് റൈറ്റിലേക്ക് മാറ്റിയിട്ട് എടുക്കണം. ഇല്ലെങ്കിൽ ആ 2 വീലർ ചെന്ന് നമ്മൾ ഇടിക്കും. മനസ്സിലാവുണ്ടോ? അല്ലാതെ നമ്മൾ അവരുടെ ഇടയിൽ കൂടെ ചെന്ന് കയറാനായിട്ട് നമ്മൾ ശ്രമിക്കൂലല്ലോ. ആ വണ്ടി നിർത്തിയിട്ടേക്കണ കാരണം. ഇല്ലെങ്കിൽ പിന്നെ ആ വണ്ടി ഫ്രണ്ടിലേക്ക് പോവണ വണ്ടിയായിരിക്കണം. മനസ്സിലാവുണ്ടോ? ഓക്കെ.